22-ാമത്തെ സൂറത്തുൽ ഖസസ് 22. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما توجه تلقاء مدين قال عسى ربي أن يهديني عسى ربي أن يهديني سواء السبيل ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഫിറഔനുമായിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞ് വന്നിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത് എന്നത് കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചതാണ്. അദ്ദേഹം കുറേയൊക്കെ പ്രായമായപ്പോൾ 30 വയസ്സാണ് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഏതായിരുന്നാലും ഒരു യുവാവായി തീർന്നപ്പോൾ ഫിറഔൻ്റെ കൊട്ടാരത്തിലെ സുഖസന്തോഷങ്ങളോടുകൂടി ജീവിക്കുന്ന സമയത്ത് ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഒരു പാവപ്പെട്ട തൊഴിലാളിയും ഫിറഔനിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഖിബ്തി വർഗക്കാരനായ ഒരു വ്യക്തിയും തമ്മിൽ കലഹിക്കുന്നത് കണ്ടു. ഇസ്രായേലിനോട് മൂസാ നബി അലൈഹിസ്സലാമിന് സ്വാഭാവികമായും ദയ തോന്നി. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ വർഗത്തിൽപ്പെട്ടയാളാണ്, രണ്ടാമത്തേത് ദുർബലനാണ്, മറ്റേയാൾ ശക്തനും ഇദ്ദേഹം ദുർബലനുമാണ്. അപ്പോൾ ദുർബലനെ സഹായിക്കാൻ വേണ്ടി ശക്തനായ ഖിബ്തി വർഗക്കാരനെ പിടിച്ച് തള്ളുകയോ ഇടിക്കുകയോ ചെയ്തു. ഫവക്കസഹു മൂസ. വക്കസ എന്ന് പറഞ്ഞാൽ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് തള്ളുന്നതിനാണ് അത് പറയാം. അങ്ങനെ തള്ളിയപ്പോൾ അദ്ദേഹം വീണ് മരിച്ചുപോയി. ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല, ആരാണ് കൊന്നതെന്ന് അറിഞ്ഞിട്ടില്ല. രാത്രി സമയമാണ് എന്നുകൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആളില്ലാത്ത സമയമാണ്, ഒന്നുകിൽ രാത്രി സമയം അല്ലെങ്കിൽ ആളില്ലാത്ത സമയം. അതാണ് വദഖലൽ മദീനത അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹ. നാട്ടുകാർ അശ്രദ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പട്ടണത്തിലേക്ക് കയറി ചെന്നു എന്നാണ്. നാട്ടുകാർ അശ്രദ്ധമാവുക എന്ന് പറഞ്ഞാൽ പട്ടണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത, ഒന്നുകിൽ നട്ടുച്ച സമയത്തായിരിക്കണം, അതല്ലെങ്കിൽ രാത്രിയായിരിക്കണം. പിന്നെയും ചരിത്രത്തിലുള്ളത് ഖിബ്തി വർഗക്കാരനായ തൊഴിലുടമ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇസ്രായേലിയനായ ഈ തൊഴിലാളിയെ വിറക് ചുമടേറ്റി കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കുന്നതും അത് ചുമക്കാൻ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട്
പ്രകടിപ്പിക്കുന്നതും അപ്പോഴാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതും എന്നൊക്കെ കഥയിലുണ്ട്. ഖുർആനിലോ ഹദീസിലോ വന്നതല്ല. എന്നാൽ ഒരുപക്ഷെ പൂർവ്വവേദങ്ങളിലുണ്ടാകുന്ന അല്ലെങ്കിൽ കേട്ടുകേൾവിയിൽ കൂടി അവർ പറഞ്ഞു വന്നിരുന്ന കഥയായിരിക്കാം. നമുക്കത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല, എന്നാൽ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യേണ്ടതില്ല. ഏതായിരുന്നാലും അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാമിന് പ്രവാചകൻ ആയിട്ടില്ല, പേടിയുണ്ടായിരുന്നു. ആ പേടിയോടുകൂടി നിൽക്കുന്ന ദിവസത്തിലാണ് മറ്റൊരു ദിവസം ഇതേ ചങ്ങാതി ഇസ്രായേലിയനായ തൊഴിലാളി മറ്റൊരു കിബത്തിയുമായി കലഹിക്കുന്നതും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഇന്നലെ ഉണ്ടായ ഇന്നലെ നീ ഇതേമാതിരി ഒരാളുമായിട്ട് കലഹിച്ചല്ലോ, നീ വളരെ മോശക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ അടുക്കുന്നതും, എന്നാൽ അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നതും ഇന്നലെ നീ ഒരാളെ കൊന്ന പോലെ ഇന്ന് എന്നെ കൊല്ലാനാണോ വിചാരിക്കുന്നത് എന്ന് കേട്ടതോടുകൂടി കിബിത്തിക്ക് മനസ്സിലായി ഇന്നലെ ഞങ്ങളെ വർഗത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടത് മൂസായുടെ കൈക്കാണ് എന്ന്. ഇസ്രായേലിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിലായി. ഇസ്രായേലിയൻ മൂസാ നബി അദ്ദേഹത്തോട് ഇന്നക്കൽ അവിയുൻ മുബീൻ, നീ തോന്നിയാസിയാണ്, ഇന്നലെയും എൻ്റെ പേരിലാണ് ഞാൻ മദ്യം പറയാനും മറ്റോനെ മരിക്കേണ്ട ഒരവസ്ഥ വന്നത്, എനിക്ക് വേണ്ടിയാണ്, ഇന്നും നീ വേറൊരാളായിട്ട് കലഹിക്കുകയാണോ എന്ന് പറഞ്ഞ് മൂസാ നബി അവൻ്റെ അടുക്കലേക്ക് അടുത്തു എന്നാണ്. അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, മൂസാ നബി അവനെ രക്ഷപ്പെടുത്താനാണ് അവൻ്റെ നേരെ ചെല്ലുന്നത്. ബനു ഇസ്രായേൽക്കാരനെ ഇന്നലത്തെ പോലെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി, എന്നാലും അവനെ ചീത്ത പറഞ്ഞ് എന്നും ആളുകളേറ്റ് കലഹിക്കാൻ പോകുന്നവനാണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഓൻ വിചാരിച്ചത് മൂസ എൻ്റെ നേരെ ആക്രമിക്കാൻ വരികയാണ്, ഇന്നലെ ഒരുത്തനെ കൊന്ന മാതിരി നിന്നെയും കൊല്ലും എന്ന് പേടിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസി, ഇന്നലെ ഒരാളെ കൊന്ന പോലെ നീ എന്നെ കൊല്ലാൻ വിചാരിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഇവനത് മനസ്സിലായി, കിബത്തിക്ക് ഇന്നലെ കൊന്ന കൊലപാതകി ഇദ്ദേഹമാണെന്ന്. അത് അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ ഫിറഔൻ മൂസയെ പിടികൂടാനും പ്രതികാരം ചെയ്യാനും ഒരുങ്ങി. അങ്ങനെ അതിനുള്ള പ്ലാൻ തയ്യാറാക്കുമ്പോഴാണ് റജുലും മിൻ അഖ്സൽ മദീനത്തി യസ്അ, പട്ടണത്തിൻ്റെ അങ്ങേപുറത്തുള്ള ഒരാൾ. അപ്പോൾ സൂറത്തു യാസീനിലും ഉണ്ട് റജുലും മിൻ അഖ്സൽ മദീനത്തി യസ്അ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീന ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ എന്ന് പറയുന്ന. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ പട്ടണത്തിലുള്ളവരൊക്കെ ഫിറൗൻ്റെ ആളുകളായിരിക്കുമല്ലോ, പട്ടണത്തിലും അതിൻ്റെ പരിവാരങ്ങൾ അവൻ്റെ പരിവാരങ്ങളായിരിക്കും. എന്നാൽ സാദാസീതമായി ജീവിക്കുന്ന പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ താഴ്വാര പ്രദേശങ്ങളിലും അങ്ങനെയൊക്കെയുള്ള ഗ്രാമീണരായ ഒരാളായിരിക്കാം അത്. അവന് ഈ ഫിറൗനോടുള്ള പ്രത്യേകമായ പ്രതിബദ്ധതയോ മറ്റൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ സാധാരണ മനുഷ്യരാണ്. പട്ടണത്തിലുള്ളവർ ഫിറൗൻ്റെ ആൾക്കാരായിരിക്കും. എന്നാൽ അപ്പുറത്തുള്ള ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക, ആളുകൾ നിന്റെ കാര്യത്തിൽ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്, രഹസ്യ ആലോചന നടത്തുന്നുണ്ട്, ലിയഖ്തുലൂക, നിന്നെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ആൾ ഫിറൗൻ്റെ ആൾ തന്നെയാണ്, ഖിബ്ത്യനാണ്. ചരിത്രത്തിൽ പറയുന്നത് ഇദ്ദേഹം വിശ്വാസിയായിരുന്നു എന്നാണ്. ഫിറൗൻ്റെ അനുയായികളിൽ 3 or 4 വിശ്വാസികളുണ്ടെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ആസിയ റളിയല്ലാഹു അൻഹ, ഫിറൗൻ്റെ ഭാര്യ. 2 ഈ മനുഷ്യൻ, ഇയാൾ ഖിബ്തിയാണെങ്കിലും ഫിറൗനിൻ്റെ ദുർഭരണത്തിൽ ഇഷ്ടമില്ലാതിരിക്കുകയും മൂസാ നബി അന്നത്തെ ഒരു വേദഗ്രന്ഥം ഏതായിരുന്നാലും വിശ്വാസിയാണ്, നല്ല മനുഷ്യനാണ് എന്നാണ്, മുഅ്മിൻ എന്നാണ് പറയുന്നത്. ഇനി ഗാഫിറിൽ ഒരാളുണ്ട്, മുഅ്മിനു ഖൗമി ഫിറഔൻ എന്ന് പറയുന്ന, വഖാല റജുലും മുഅ്മിനുൻ മിൻ ആലി ഫിറഔൻ, ഫിറഔൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ. അതാണ് വേറൊരു ആൾ. സൂറത്തു ഗാഫിറിൽ എടുത്താൽ കാണാം. എന്താണ് മാഷ, എത്രാമത്താണ് ആയത്ത്? സൂറത്തു ഗാഫിറിൽ
സൂറത്ത് ഗാഫിറിൽ ഉള്ള സംഭവം ഇതാണ്. അതായത് മുഅ്മിന് എന്ന് ഖുർആൻ തന്നെ കൃത്യമായിട്ട് എത്രാമത്തെ ആയത്താ? ആയിക്കോട്ടെ, 28. അദ്ദേഹം കൃത്യമായിട്ട് വിശ്വാസിയായിരുന്നു എന്ന് ഖുർആനിൽ അയാൾ വിശാലമായൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതാണ് വഖാല ഫിറഔനു ദറൂനി അഖ്തുൽ മൂസ വൽയദഉ റബ്ബഹു. ഫിറഔൻ പറഞ്ഞു, ദറൂനി, എന്നെ നിങ്ങൾ കണ്ട് വിടി, അഖ്തുൽ മൂസ, ഞാൻ മൂസനെ കൊല്ലട്ടെ, വൽയദഉ റബ്ബഹു, അവനവൻ്റെ റബ്ബിനെ വിളിക്കട്ടെ, ഇന്നി അഖാഫു യുബദ്ദില ദീനക്കും. അപ്പോൾ ഒരാൾ റജുലും മുഅ്മിനും മിൻ ആലി ഫിറഔൻ, അങ്ങനെ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി ഫിറഔൻ മുന്നോട്ട് വന്നപ്പോൾ വഖാല റജുലും മുഅ്മിനും മിൻ ആലി ഫിറഔൻ, ഫിറഔൻ കുടുംബത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഫിറഔൻ കുടുംബത്തിൽ മൂസാ നബി ദഅവത്ത് പ്രബോധനവുമായിട്ട് പിന്നീട് വന്നപ്പോഴാണ് ഈ സംഭവം. മൂസാ നബി ദഅവത്ത് ഈ ഫിറഔനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഈ കാര്യം. യക്തുമു ഈമാനഹു, അവൻ ഈമാൻ മറച്ചു വെക്കുന്നുണ്ട്. കാരണം ഫിറഔൻ്റെ കുടുംബത്തിലുള്ള കിബിത്തികൾ ഈമാൻ ഒളിവാക്കാറില്ല, ഈമാൻ മറച്ചു വെക്കുന്നു. അതഖ്തുലൂന, അയാൾ ചോദിക്കുകയാണ് ഫിറഔൻ്റെ കുടുംബത്തിനോട്, ഫിറഔൻ്റെ മലകളോട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? വഖദ് ജാഅക്കും ബിൽ ബയ്യിനാത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് തെളിവുകളുമായി വന്നില്ലേ അദ്ദേഹം? വയ്യക്കു കാദിബൻ ഫഅലൈഹി കദിബുഹു, അയാൾ കള്ളനാണെങ്കിൽ, കളവ് പറയുന്നവനാണെങ്കിൽ ആ കളവിൻ്റെ കുറ്റം അദ്ദേഹത്തിന് കിട്ടുമല്ലോ. വയ്യക്കു സ്വാദിഖൻ, ഇനി അയാൾ സത്യവാനാണെങ്കിൽ യുസിബുക്കും ബഅദുല്ലദിയായിദുക്കും, അദ്ദേഹം താക്കീത് നൽകുന്ന കാര്യം നിങ്ങൾക്ക് ബാധിക്കൂലേ? അള്ളാഹിൻ്റെ ശിക്ഷ വരൂലേ? ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, കളവ് പറയുന്നവനെയും പരിധി വിട്ടവനെയും അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല. യാ ഖൗമി, വീണ്ടും അദ്ദേഹം തുടരുകയാണ്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. ഫിറഔൻ്റെ ആളുകളോടാ പറയുന്നത്, ഫിറഔൻ്റെ ആളിൽപ്പെട്ട ഒരാൾ. യാ ഖൗമി ലക്കുമുൽ മുൽക്കുൽ യൗമ, ഇന്ന് നിങ്ങൾക്കാണ് അധികാരമുള്ളത്. ളാഹിരീന ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ വിജയികളായിക്കൊണ്ട് നിങ്ങൾക്കാണ് ഇന്ന് ഇവിടുത്തെ അധികാരം, ഈജിപ്തിലെ അധികാരം. ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅന, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഖാല ഫിറഔനു മാ ഉരീക്കും ഇല്ലാ മാ അറ, ഞാൻ കാണുന്ന ശരിയല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഫിറഔൻ പറയാം, ഞാൻ ശരിയാണെന്ന് തോന്നിയതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒമാ അഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്, നേരിൻ്റെ മാർഗത്തിലല്ലാതെ ഞാൻ നിങ്ങളെ വഴി കാണിക്കുന്നില്ല. അപ്പോൾ ഫിറഔൻ അവൻ്റെ നല്ല പിള്ള ചുമയാ, ഞാൻ നല്ലതല്ലേ പറയേണ്ടത്. അപ്പോൾ വഖാലല്ലദീ ആമന, ആ വിശ്വാസി പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ്, ആ സമൂഹത്തിന് ശിക്ഷ കിട്ടിയ ദിവസം പോലെയുള്ള ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നു. മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ്, അഹ്സാബ് എന്ന് പറഞ്ഞാൽ ആ കക്ഷികൾ, അതായത് അവർക്കൊക്കെ അറിയുന്ന സംഭവമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല നശിപ്പിച്ചത്, ആദ് സമൂദിനെ നശിപ്പിച്ചത്. അതാണ് മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം, നൂഹ് നബിയുടെയും ആദ് സമൂഹത്തിൻ്റെയും സമൂദ് സമൂഹത്തിൻ്റെയും ഖൗമിനെ നശിപ്പിച്ച അത് നിങ്ങൾക്കും വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരെയും. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്, അള്ളാഹു തൻ്റെ അടിമകളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്, പരസ്പരം വിളിച്ച് നിലവിളിക്കുന്ന ആ ഒരു ദിവസത്തെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. അപ്പം അദ്ദേഹം ശരിക്ക് ആഖിറും തൗഹീദിലൊക്കെ വിശ്വസിച്ച ഫിറഔനിൻ്റെ ആളാണ്. അദ്ദേഹം പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, വലഖദ് ജാഅക്കും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്തി, പണ്ട് യൂസുഫ് നല്ല തെളിവുകളുമായി നിങ്ങൾക്ക് വന്നല്ലോ. ഫമാസിൽത്തും ഫീ ശക്കി മിമ്മാ ജാഅക്കും ബിഹി, അദ്ദേഹം കൊണ്ടുവന്ന സത്യത്തിൽ നിങ്ങൾ സംശയിക്കുന്നവരായി തീർന്നു. ഹത്താ ഇദാ ഹലക, യൂസുഫ് നബി അലൈഹി സ്വലാം മരിച്ചു പോയപ്പോൾ, ഖുൽതും, നിങ്ങൾ പറഞ്ഞു, ല യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂല, യൂസുഫിൻ്റെ ശേഷം ഒരു റസൂലിനെ അള്ളാഹു നിയോഗിക്കുകയില്ലെന്ന്. അങ്ങനെ ഒരു വലിയൊരു പ്രസ്താവന, ഒരു അരപ്പേജ് സൂറത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഞാൻ മുഅ്മിനാണ് എന്ന് ഇതുവരെ മറച്ചു വെച്ചിരുന്നെങ്കിലും തുറന്ന് പറഞ്ഞ ഒരു സത്യവിശ്വാസി.
അതാണ് ഫിറൗനിൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരു റജുലും മുഅ്മിൻ. ഈ റജുലും മിൻ അഖ്സൽ മദീനത്തി യസ്ആ എന്നുള്ളത് മുഅ്മിനാണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഫിറൗനിനെ ഉപദ്രവിക്കാനും കൊല്ലാൻ വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആ സന്ദർഭം വെച്ച് നോക്കിയിട്ട് അദ്ദേഹം വിശ്വാസിയായിരുന്നു. മൂസാ നബി മർദ്ദകനെ കൊന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം ചില കാരണങ്ങളാൽ അബദ്ധത്തിൽ വന്നു പോയതാണെന്നൊക്കെ അറിയുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം വിശ്വാസിയായിരിക്കാം എന്ന് ചരിത്രത്തിൽ പറയുന്നു. അപ്പം 3 ആളായി. മറ്റൊന്നുള്ളത് ഫിറൗനിൻ്റെ ഒരു മകൾ മാഷിത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ വിശ്വാസിയായിരുന്നു എന്നാണ് പറയുന്നത്. മാഷിത്ത ഫിറൗനിൻ്റെ മകളാണ്, ഇളയ മകളാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഇതൊന്നും ഹദീസുകളിൽ വന്നതല്ല, ചരിത്രത്തിലുള്ളതാണ്. മാഷിത്ത അവൾ വിശ്വാസിനിയായിരുന്നു. അത് ഫിറൗനിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു. അവസാനം അങ്ങനെ ആ പെണ്ണിനെയും അവളുടെ കുട്ടിയെയും ഫിറൗൻ തീയിലിട്ട് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര അക്രമിയായിരുന്നു മാഷിത്ത. അപ്പം 3 പേര് വിശ്വാസിയായിരുന്നു എന്നും അതല്ല ഈ റജുലും മിൻ അഖ്സൽ മദീനത്തി യസ്ആ പട്ടണത്തിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ വന്നു മൂസാനോട് രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞ അയാളും വിശ്വാസിയായിരുന്നു എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ എണ്ണപ്പെട്ട 3ഓ 4ഓ ആളാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത്, ഈ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രവാചകനായി വരുന്നതിന് മുമ്പുള്ള ഈ കാലത്ത് ഈജിപ്തിലെ ഫിറൗൻ്റെ കൂട്ടത്തിൽ വിശ്വാസികളായി ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ആ സംഭവമാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഫഖ്റുജ് ഇന്നക മിനൻ നാസിഹീൻ, ഞാൻ നിനക്ക് ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുകയാണ്. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ എൻ്റെ ഗുണകാംക്ഷിയാണ്, നിന്നെ കൊല്ലാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബു, അവൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട്, ആരെങ്കിലും യതറഖബു എന്ന് പറഞ്ഞാൽ ശത്രു വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി, ശരിക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. തറക്കബ എന്ന് പറഞ്ഞാൽ നിരീക്ഷണം നടത്തിയെന്ന, റക്കാബത്ത് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യതറഖബു തിരിഞ്ഞും മറിഞ്ഞും നോക്കി നിരീക്ഷിച്ചുകൊണ്ട് അവൻ ഈജിപ്തിൽ നിന്ന് ഫിറൗൻ്റെ അടുത്ത് നിന്ന് ഖറജ അവിടുന്ന് പുറപ്പെട്ടു. ഖാല അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു, റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, എൻ്റെ രക്ഷിതാവേ അക്രമികളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അപ്പം അതിലൊക്കെ നമുക്കുള്ളൊരു പാടും അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ദുർഘട നിമിഷങ്ങളിൽ നമുക്കുള്ള ഏക മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ കാണുക, പിന്നെ പ്രാർത്ഥിക്കാം. മൂസാ നബി അവിടെ തന്നെ നിന്നുകാണ്ട്, ഈജിപ്തിൽ തന്നെ നിന്ന് റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മൂസാ നബി പറഞ്ഞില്ല. പിന്നെന്താ, അവിടുന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ദുരന്തവും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ പോരാ, പടച്ചോൻ അത് വിജയിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. രണ്ടും വേണം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നത് എവിടേക്കാണ്? മദിയനിലേക്കാണ്. പലസ്തീനിൻ്റെ തെക്കുഭാഗത്തായിട്ട് നിലകൊള്ളുന്ന പ്രദേശമാണ് മദിയൻ. ഒലമ്മ തവജ്ജഹ, ഒരുപക്ഷെ എത്രയോ ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് അഖബാ ഉൾക്കടലിൻ്റെ ഭാഗത്തുകൂടി ഒരു വലിയ ദീർഘയാത്രയാണ്. ആ മേപ്പൊക്കെ ഇങ്ങനെ നോക്കിയാൽ അവിടുന്ന് ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് അഖബാ ഉൾക്കടലും ചുറ്റി അങ്ങനെ മദിയനിലേക്കാണ് എത്തുന്നത്. ഒലമ്മ തവജ്ജഹ തിൽഖാ മദിയന, മദിയനിൻ്റെ നേരെ, തിൽഖാ എന്ന് പറഞ്ഞാൽ നേരെ എന്ന്, തവജ്ജഹ അദ്ദേഹം മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഒലമ്മ തവജ്ജഹ തിൽഖാ മദിയന, മദിയനിൻ്റെ നേരെ അദ്ദേഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ. അപ്പോൾ എന്തിനായിരിക്കും അദ്ദേഹം മദിയനിൻ്റെ നേരെ പോയത്? മദിയൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മദിയനിൽ നിന്നാണ് പിന്നെ ശുഐബ് നബി അലൈഹി സ്വലാമിനെ കാണുന്നതും അവിടെയുള്ള സംഭവങ്ങൾ, വരാൻ പോകുന്ന സംഭവങ്ങൾ. പക്ഷേ മൂസാ നബിക്ക് മദിയനിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈജിപ്തിൻ്റെ ഫിറഔനിൻ്റെ അധികാര പരിധിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയാണ്. എന്നിട്ടൊരു പക്ഷേ പിന്നീടുള്ള പ്രദേശം, മനുഷ്യവാസമുള്ള പ്രദേശം അവിടെയായിരിക്കാം.
റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളിൽ നിന്ന് റബ്ബെ എന്നെ നീ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹ് തോന്നിപ്പിച്ചു കൊടുത്തതായിരിക്കാം അങ്ങോട്ട് പോകാൻ. നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിലുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം കുതിരപ്പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്തു മദിയനിലേക്ക്. ഹദീസുള്ള ഖുർആനിലുള്ളതല്ല, പ്രവാചകനല്ലേ. റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ മലക്കിനെ അയച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങി മദിയനിലെത്തി. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയന, മദിയനിൻ്റെ നേരെ അദ്ദേഹം മുന്നോട്ട് ചെല്ലുമ്പോൾ കാല, അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും, കാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, അസാ റബ്ബി എൻ്റെ റബ്ബ് ആയേക്കാം, അൻ യഹ്ദിയനി എന്നെ സന്മാർഗത്തിലാക്കിയേക്കാം, സവാ അസ്സബീൽ നേരായ മാർഗത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്. അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, എൻ്റെ രക്ഷിതാവ് എന്നെ നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചേക്കാം. അതായത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ നീണ്ട യാത്രയാണല്ലോ. ഒരുപക്ഷെ അല്ലാഹു തആല അത്രയും ദീർഘമായി ചുറ്റിക്കറങ്ങി അവിടെ എത്തിച്ചത് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഷെൽട്ടർ, ഒരു രക്ഷാ കവചം കിട്ടാനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷ മനസ്സിൽ കൊടുത്തു. അതാണ്, പ്രതീക്ഷയാണ് എപ്പോഴും പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഏത് ദുരന്ത ഘട്ടത്തിലും എന്നുകൂടി ഇതിൽ നിന്നുള്ള പാഠമുണ്ട്. അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, എൻ്റെ രക്ഷിതാവ് എന്നെ യഹ്ദിയനി മാർഗദർശനം ചെയ്തേക്കാം, സവാ അസ്സബീൽ നേരായ മാർഗത്തിലേക്ക്, ഒരു സമമായ മാർഗം എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിലേക്ക് എന്നെ വഴി കാണിച്ചേക്കാം എൻ്റെ റബ്ബ് എന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹം നേരെ പോയി മദിയനിലേക്ക് പോയി. ഒലമ്മ വറദ, അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ, വറദ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് എത്തുന്നതിനാണ് വറദ എന്ന് പറയാം. അതുകൊണ്ടാണ് വലമ്മ വറദ മാ മദിയന, മദിയനിലെ വെള്ളമുള്ള സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ. അപ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടത് അവസാനം നല്ല വെള്ളവും കിണറും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് മദിയനിലെ. മദിയന് ഫിറഔനിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലമല്ല. അവിടാണ് വലമ്മ വറദ മാ മദിയന, മദിയനിലെ ആ വെള്ളമുള്ള സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ വജദ അലൈഹി ഉമ്മത്തൻ. അപ്പോൾ മദിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ സമൂഹം താമസിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അവിടെ ഒരു വെള്ളക്കിണറുണ്ടാകും. അങ്ങനെയൊക്കെയാണ് പുരാതന സമൂഹം താമസിച്ചിരുന്നത്. വെള്ളമുള്ളയിടത്ത് താമസിക്കും. നമ്മളെപ്പോലെ എല്ലായിടത്തും പുഴയും വെള്ളവും കിണറും എല്ലാവർക്കും കിണറൊന്നും ഉണ്ടാവുമല്ലോ. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ അടുത്ത് വെള്ളമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ വജദ അലൈഹി ഉമ്മത്തൻ, ആ വെള്ളത്തിൻ്റെ അടുത്ത് ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടു. മിനന്നാസ്, ജനങ്ങളിൽ നിന്നൊരു ഉമ്മത്ത്, ഒരു വലിയ സമൂഹത്തെ, അതായത് കുറേ ആൾക്കൂട്ടത്തെ കണ്ടു. യസ്കൂന, അവർ വെള്ളം കൊടുക്കുകയാണ്, ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കുകയാണ്. അപ്പോൾ ആടുമേക്കുന്ന ഒരു മരുഭൂവാസികളായ നാടോടികളാണ് ആ പ്രദേശത്തുള്ളത്. അവർ യസ്കൂന, അവർ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ ആടുകൾക്ക് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അതിന് വരുന്നുണ്ട് താഴെ. വജദ മിൻ ദൂനിഹിം, അവർക്കിപ്പുറത്ത് ആളുകൾ വെള്ളം കൊടുക്കുന്ന വലിയൊരു ഉമ്മത്തും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരു സമുദായം എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യന്മാർ, അവരെ കണ്ടു. വജദ മിൻ ദൂനിഹിം, അവരുടെ ഇപ്പുറത്ത് അദ്ദേഹം കണ്ടു ഇംറഅത്തൈനി, രണ്ട് പെണ്ണുങ്ങളെ, രണ്ട് സ്ത്രീകളെ, തദൂദാനി, അവരിങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റു ആടുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ, ആ മറ്റു ആളുകൾ വെള്ളം കൊടുക്കുമ്പോൾ അതേ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ ആടുകളെ തദൂദാനി തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു എന്നാണ്. അതാ അപ്പോൾ കാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാ ഖത്തുബുക്കുമ, എന്താണ് നിങ്ങളുടെ വർത്തമാനം? ഖത്ബ് എന്ന് പറഞ്ഞാൽ വർത്തമാനം, അലി കാര്യം. എന്താണ് നിങ്ങളുടെ കാര്യം? എന്താണ് നിങ്ങളുടെ സ്ഥിതി? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ വർത്താനം? എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? ആടുകളെ വെള്ളം കുടിപ്പിക്കാത്തത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്നും അധസ്ഥിതരുടെയും അതുപോലെ തന്നെ മദ്ലൂമുകളായ മർദ്ദിതരുടെയും ഭാഗത്താണല്ലോ
ഈജിപ്തിലും അതുകൊണ്ടാണല്ലോ പോരേണ്ടി വന്നത്, പാവങ്ങളുടെ ഭാഗത്താണ്. ഇവിടെ കഴിവുള്ള ആണുങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്നു. 2 സ്ത്രീകൾ വെള്ളം കൊടുക്കാൻ കഴിയാതെ ആടുകളിങ്ങനെ തടഞ്ഞു നിർത്തി ആ പുരുഷന്മാരുടെ അടുത്തേക്ക് തിരക്കാൻ പോകാതെ ഇങ്ങനെ നിന്നപ്പോൾ എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താ നിങ്ങളുടെ സ്ഥിതി? ഖത്ബ് എന്ന് പറഞ്ഞാൽ അമ്രുക്കുമാ അലി മാ ഷെനുക്കുമാ, എന്താ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ വർത്തമാനം എന്താണ് എന്ന് ചോദിച്ചു. കാലത്താ, ആ സ്ത്രീകൾ 2 പേരും പറഞ്ഞു. കാലത്ത് അവൾ പറഞ്ഞു, കാലത്താ 2 ആളുണ്ടല്ലോ, ആ 2 പേരും കൂടി പറഞ്ഞു, ലാ നസ്ഖി, ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറില്ല, ഹത്താ യുസ്ദിറു, മറ്റു റാഴികൾ എന്ന് പറഞ്ഞാൽ ആട് മേക്കുന്ന ആളുകൾ, ആട് മേക്കുന്നവരൊക്കെ ഇവിടുന്ന് പുറപ്പെട്ട് പോകുന്നത് വരെ, അവർ വെള്ളം കൊടുത്ത് പോകുന്നത് വരെ ഞങ്ങൾ വെള്ളം കൊടുക്കാറില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്നുള്ള പതിവ് അതാണ്. ഓല് വെള്ളം കൊടുത്ത് ആണുങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഈ പെൺകുട്ടികൾ കൊടുക്കാറുള്ളത്. ലാ നുസ്ഖി ഹത്താ യുസ്ദിറ റിയാഉ, റാഴി എന്ന് പറഞ്ഞാൽ ഇടയന്മാരായ ആളുകൾ, യുസ്ദിറ ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്നത് വരെ ലാ നുസ്ഖി ഞങ്ങൾ വെള്ളം കൊടുക്കാറില്ല. വ അബൂന ഷെയ്ഖുൻ കബീർ, എന്നാൽ അവർക്കൊരു പ്രയാസമുണ്ട്, ഇത് എന്നാണ് ഇങ്ങനെ പതിവന്നെ. പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്താ? വ അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് ഒരു വൃദ്ധനായ മനുഷ്യനാണ്. ഷെയ്ഖുൻ കബീർ എന്ന് പറഞ്ഞാൽ വലിയ വയസ്സായ, കുറേ വയസ്സായ ഒരു വൃദ്ധനാണ്, ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടതുണ്ട്. പക്ഷെ എന്താ ചെയ്യുക എന്നും ഇവർ വെള്ളം കൊടുത്ത് പോയതിൻ്റെ ശേഷമേ ഞങ്ങൾ വെള്ളം കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു ഗതികെട്ട ആളുകളാണ്. അപ്പം ദുർബലനായ ഒരു വൃദ്ധനായ മനുഷ്യനാണ്. ആൺകുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ പെൺകുട്ടികൾ ആടുമേക്കാൻ അയച്ചത്. എന്നിട്ട് ഈ പെൺകുട്ടികളാണെങ്കിലോ ഇവിടെ മറ്റുള്ളവരൊന്നും പരിഗണിക്കാതെ ഓല് വെള്ളം കുടിപ്പിച്ച് ഓല് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം വെള്ളം കൊടുക്കുന്നു. ഇവർക്കാണെങ്കിൽ വീട്ടിലെത്താൻ പ്രയാസമുണ്ട്, ഞങ്ങൾ വാപ്പ, അപ്പോൾ അവർക്ക് ആ വേദന ഉണ്ട്. അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് ഒരു വലിയ വയസ്സനാണ്. ഷെയ്ഖ് എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. പണ്ഡിതൻ എന്നർത്ഥമുണ്ട്, മുതിർന്ന ആൾ എന്നർത്ഥമുണ്ട്, വൃദ്ധൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ എല്ലാവർക്കും യാ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് പല അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഷെയ്ഖുന അലി ഷെയ്ഖ് ഇന്ന ആൾ എന്നൊക്കെ പറയലുണ്ട്. പിന്നെ വെറും വയസ്സൻ എന്ന അർത്ഥത്തിലുണ്ട്. ഇവിടെ ഷെയ്ഖുൻ കബീർ എന്നാണ്, വലിയ ഷെയ്ഖാണ്, വലിയ വയസ്സനാണ് ഞങ്ങളുടെ പിതാവ് എന്നുകൂടി ആ പെൺകുട്ടികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് ആ മർജിദൻ്റെ പക്ഷത്ത് നിൽക്കണമല്ലോ, ആ ഒരു തോന്നൽ അദ്ദേഹത്തിന് വരികയാണ്. ഫസഖാലഹുമ, അദ്ദേഹം അവർക്ക് വേണ്ടി ആടുകളെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരി, ഞങ്ങോട്ട് കൊണ്ടുവരിക ആടുകളെ, ഞാൻ കുടിപ്പിച്ചു തരാം. ഫസഖാലഹുമ, അവർക്ക് വേണ്ടി വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഇടയിൽ, ആണുങ്ങളുടെ ഇടയിൽ തിരക്കിയിട്ടൊക്കെ മറ്റൊക്കെ ആയിരിക്കും. സുമ്മത്തവല്ല, അപ്പോൾ വെള്ളം കുടിപ്പിച്ചു. ആ കുട്ടികളെ പറഞ്ഞയച്ചു, പെൺകുട്ടികളെ ആടുമായി പറഞ്ഞയച്ചു. സാധാരണത്തിൽ നേരത്തെ വെള്ളം കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ബാപ്പ ചോദിക്കുന്നുണ്ട്, എന്തേ ഇത്ര വേഗം വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളെ സഹായിച്ചതാണ്. അപ്പോൾ ആളുകൾക്കിടയിൽ തിരക്കിപ്പിടിച്ച് വെള്ളം കൊടുക്കാൻ മാത്രം നല്ല ശക്തിയും മൂസാ നബിക്ക് നല്ല കരുത്തുണ്ടായിരുന്നു എന്നുകൂടി ഈ സ്ത്രീകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഫസഖാലഹുമാന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, അവർക്ക് വേണ്ടി അദ്ദേഹം വെള്ളം കുടിപ്പിച്ചു, അയാളൊരു സഹായം ചെയ്തതാണ്. സുമ്മ തവല്ല, പിന്നെ അദ്ദേഹം മാറി നിന്നു. തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു നിന്നു. ഇലല്ലില്ലി, ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക്. വെല്ലി എന്ന് പറഞ്ഞാൽ തണല്. ഫസഖാലഹുമാ സുമ്മ തവല്ല ഇലല്ലില്ലി, അവർക്ക് വേണ്ടി വെള്ളം കുടിപ്പിച്ച് വെള്ളം കൊടുത്ത് അവർ പോയി ആടുകളെയിട്ട് സുമ്മ തവല്ല ഇലല്ലില്ലി, അദ്ദേഹം ഒരു തണൽ മരത്തിൻ്റെ അടുക്കലേക്ക് പിന്തിരിഞ്ഞു പോയി. ഫഖാല, എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ടുണ്ടാകും. ഫഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ. അവിടെയും പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി, തീർച്ചയായും ഞാൻ, ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ, നീ എന്തെങ്കിലും ഒരു ഖൈറ് നീ ഇറക്കി തരുന്നുണ്ടെങ്കിൽ ഫഖീർ, അതിനാവശ്യക്കാരനാണിപ്പോൾ. കാരണം ഏതോ നാട്ടിൽ നിന്ന് ദീർഘയാത്ര കഴിഞ്ഞ് ഈ കുട്ടികൾക്കൊരു സഹായം ചെയ്തു, അത് വെറുതെ സഹായിച്ചതാണ്,
ആ ദുരിതം കണ്ടപ്പോൾ സഹായിച്ചതാണ്. പഠിച്ചോനെ ഞാനൊരു സഹായം ചെയ്തല്ലോ. ഒരു പക്ഷേ ആ അമലുസ്സാലിഹാത്ത് ചെയ്തുകിട്ട് അയാൾ മൂസാ നബി പ്രാർത്ഥിക്കുകയായിരിക്കും. അതാണല്ലോ, അമലുസ്സാലിഹാത്തുകൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രത്യേകമായി കേൾക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് തവസ്സുൽ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ വസീല തേടുക. വസീല എന്ന് പറഞ്ഞാൽ ബിൽ അഅ്മാലി സാലിഹത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അതാണ് വസീല. പഠിച്ചവൻ്റെ അടുക്കലേക്ക് എത്താനുള്ള പാലം. വസീല എന്ന് പറഞ്ഞാൽ വഴിയാണ്. അങ്ങോട്ട് എത്താനുള്ള വസീല എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി, കാറ്, ബസ്, വിമാനം. നമ്മൾ പറയും അക്കരക്ക്, പുഴൻ്റെ അക്കരക്ക് എത്താനുള്ള വസീല എന്താണ്? ഒരു മരത്തിൻ്റെ പാലമാണ്. കുറച്ചുകൂടി താഴെ പോയാൽ നല്ല വിശാലമായ കോൺക്രീറ്റ് പാലമാണ് വസീല. അപ്പോൾ ആ നാട്ടിലേക്ക് എത്താനുള്ള വസീല എന്താണ്? അത് ബസ് മാത്രമാണ്, അല്ലെങ്കിൽ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ വഴിയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ വഴി തേടുക. ആ വഴി എന്താ? അള്ളാഹുവിങ്കലേക്ക് അടുക്കാനുള്ള വഴി എന്താ? സൽക്കർമ്മമാണ്. അതാണ് പിൽക്കാലത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ നിങ്ങൾ ആളുകളെ വഴി തേടുക എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ ആളുകൾ മുഖേന അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ വേണ്ടി അവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്തൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ ഒരു വഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സഹവാസം കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഞാൻ താങ്കളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? അതായത് മുഹമ്മദ് നബി വഴിക്ക് എനിക്ക് സ്വർഗത്തിൽ എന്തെങ്കിലും എത്താനുള്ള മാർഗമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. മുഹമ്മദ് നബി പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, കൂടുതൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതേ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്ക്, എന്നാ എനിക്കെൻ്റെ ഒപ്പത്താം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പിടിച്ചു കൊണ്ടുപോകില്ല സ്വർഗത്തേക്ക്. പിന്നെ നീ അമലുസാലിഹത്ത് വർദ്ധിപ്പിച്ചാൽ എനിക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലെത്താം. അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനുള്ള പ്രതിഫലം നേടാനുള്ള വഴി വബ്തഗൂ ഇലൈഹിൽ വസീല, സൽക്കർമ്മങ്ങളാകുന്ന വസീല തേടണം എന്നാണ്. അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ആ പെൺകുട്ടികൾക്ക് വെള്ളം കൊടുത്തു. എന്തെങ്കിലും കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ, പാവപ്പെട്ട മരുഭൂമിയിൽ നിന്ന് കണ്ട 2 സ്ത്രീകൾ അവരുടെ ആടുകൾക്ക് പുരുഷന്മാരുടെ അടിയിൽ അവർക്ക് തിക്കിത്തിരക്കി വെള്ളം കൊടുക്കാൻ വയ്യ. അപ്പോൾ ഒരു നല്ല സഹായം ചെയ്തു. ആ സൽക്കർമ്മമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ലിമാ അൻസൽത ഇലയ്യ, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, നീ എന്നിലേക്ക് ഇറക്കിത്തരുന്നതിന്, ലി എന്ന് പറഞ്ഞാൽ ലിമാ അൻസൽത, നീ ഇറക്കിത്തരുന്നതിന്, മിൻ ഖൈരിൻ എന്തെങ്കിലും ഒരു ഖൈറ്, നീ വിചാരിച്ച എന്തെങ്കിലും ഒരു നന്മ എൻ്റെ മേൽ ഇറക്കിത്തരുന്നതിന്, ഫഖീർ ഞാൻ ആവശ്യക്കാരനാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് നമ്മൾ ഭാഷാർത്ഥം പറയുന്നുവെങ്കിലും ഫഖറ എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടായി എന്നാണ്. അതുകൊണ്ടാണ് ഫഖീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. അതിനെ പിന്നെ നമ്മൾ ദരിദ്രൻ എന്നാക്കി മാറ്റിയതാണ് അതിൻ്റെ ഒരു സാങ്കേതിക അർത്ഥമായിട്ട്. അപ്പം റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ്. ആ പ്രാർത്ഥനയുടെ മര്യാദ നോക്കൂ. പഠിച്ചോനെ, എനിക്കൊരുപാട് ആവശ്യമുണ്ട് കേട്ടോ. സൽക്കർമ്മം ചെയ്തിട്ട് മരത്തിൻ്റെ ചോട്ടും പോയി ഇരുന്നിട്ട് പറയാണ്, പഠിച്ചോനെ എന്തെങ്കിലും നല്ല, ഞാൻ പല ഖൈറ് എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ, ആ കുട്ടികൾ വീട്ടിലെത്തുന്നു, പിതാവിനോട് പറയുന്നു, ഒരാളെ കണ്ടു, അദ്ദേഹം മറ്റുള്ള ആളുകൾക്കിടയിൽ നിന്ന് ഞങ്ങളുടെ ആടുകളെ കൊണ്ടുപോയി വെള്ളം കൊടുത്തു. നല്ല കഴിവുള്ളവനാണ്, നല്ല ശക്തിയും കരുത്തുള്ള ആളായതുകൊണ്ടാണല്ലോ ആൾക്കാർക്കിടയിൽ നിന്ന് വെള്ളം കൊടുത്തത്. അദ്ദേഹം വേറെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു വലിയ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കല്ല് 10 ആളുകൾ പിടിച്ച് നീക്കിയാൽ പറ്റാൽ പോലും പോരാത്ത ഒരു വലിയ പാറക്കല്ല് അദ്ദേഹം കിണറിൻ്റെ മുഖത്തിന് നിന്ന് മാറ്റി വെച്ചു. അതിൻ്റെ എടുത്തുപ്പുറത്തൊക്കെ വെച്ചിട്ട് ആ വഴിയിൽ കൂടി, ആ കല്ല് പോകുന്ന വഴിയിൽ കൂടി വേഗം വെള്ളം കൊടുത്തു.
അപ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലായി നല്ല കരുത്തുള്ള ആൾ തന്നെയാണ്. അങ്ങനെയൊക്കെ ചരിത്രത്തിലാണ് ഉള്ളത്. ആവട്ടെ, ഫജാഅത്തുഹു, പിന്നെ അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാം ആയിരുന്നു ഈ ഷെയ്ഖുൻ കബീർ എന്നും റജുലുൻ സാലിഹ്, ഒരു നല്ല ഷെയ്ഖായിരുന്നു എന്നുമുണ്ട്. മിക്കവാറും മുഫസ്സിറുകൾ പറയുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാമാണ് മദിയനിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നാണ്. അതാണ് ഷെയ്ഖുൻ കബീർ. അപ്പോൾ ആ പ്രവാചകൻ്റെ ഒരു ഇത് ഗരി നോക്കുകയാണ്. ആളുകളൊരു പ്രവാചകനായിട്ടും പരിവാരങ്ങളൊന്നുമില്ല. പിന്നെ പെമ്മക്കളെയാണ് ഇതിന് പറഞ്ഞയച്ചത്, ആട് മേക്കാൻ പറഞ്ഞയക്കുന്നത്. കാരണം അതുകൊണ്ട് വേണം, അത് കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. അങ്ങനെയുള്ളൊരു പ്രവാചകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയോട് നീ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവരെ അയക്കുന്നുണ്ട്. അതാണ് ഫജാഅത്തുഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. യഹിദാഹുമ, ആ രണ്ട് സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ വന്നു. തംശി, അവർ നടന്നു വരികയാണ്. അലസ്ത്യഹയ്യ, ലജ്ജയോടുകൂടി. വേറെ ആരും വരാനില്ലല്ലോ, അവർ പുരുഷൻ്റെ അടുക്കലേക്കാണല്ലോ വരുന്നത്. അതിൻ്റേതായ ലജ്ജയോടുകൂടി, ഇസ്തിഹയ്യ എന്ന് പറഞ്ഞാൽ ഹയാ, ലജ്ജയോടുകൂടി അവരിങ്ങനെ നടന്നു വരികയാണ്. കാരണം ഈ വിവരം ഇയാളോട് പറയാൻ മറ്റാരുമില്ല. ഒരുപക്ഷേ ഈ ഷെയ്ഖുൻ കബീറായ ആൾക്ക് നടക്കാനും ഇരിക്കാനും കഴിയാത്തതായിരിക്കാം, അത്രയും ദുർബലനായിരിക്കാം. തംശി അലസ്തഹിയാൻ, ഹയാഓടുകൂടി അവളിങ്ങനെ നടന്ന് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് കാലത്ത് അവൾ പറഞ്ഞു, ഇന്ന അബീ യദ്ഉക, തീർച്ചയായും എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ലിയജ്സിയക, എന്തിനാ വിളിക്കുന്നത്? ലിയജ്സിയക, നിങ്ങൾക്ക് ജസാ തരാൻ വേണ്ടി. ജസാ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം, നിങ്ങൾക്ക് കൂലി തരാൻ വേണ്ടി. അജ്റമാ സഖൈതലന, ഞങ്ങൾക്ക് ആടിന് വെള്ളം കൊടുത്തതിൻ്റെ കൂലി തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയേക്കാം, ഒരു സഹായം ചെയ്തല്ലോ, ആ സഹായം ചെയ്ത ഒരു അന്യ മനുഷ്യനല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു കൂലി കൊടുക്കണം എന്ന് വിചാരിച്ച് കാണും. അതാണല്ലോ ഒരു മനുഷ്യന് ഉപകാരം ചെയ്തു തന്നാൽ പ്രത്യുപകാരം ചെയ്യുക, നന്ദി കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ യജ്സിയക അജ്റമാ സഖൈതലന, ഞങ്ങൾക്ക് നീ സഖൈത്ത, സഖ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു, വെള്ളം കൊടുത്തു എന്നാ. നീ ഞങ്ങൾക്ക് വെള്ളം കൊടുത്തതിൻ്റെ അജ്റ്, അതിൻ്റെ കൂലി, യജ്സിയക, നിനക്ക് പ്രതിഫലമായി തരാൻ വേണ്ടി ഉപ്പ വിളിക്കുന്നുണ്ട്. ഇന്ന അബീ യദ്ഉക എന്ന് ആ പെൺകുട്ടി വന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ഫലമ്മാ ജാഅഹു, പിന്നെ ചെന്നു. അതാണ് പിന്നെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ചരിത്രത്തിൽ കാണുന്നു, മൂസാ നബി അലൈഹി സ്വലാം ഈ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കാം, നീ എൻ്റെ പിന്നിൽ നടന്നാൽ മതി. അതെന്താ കാരണം? അന്യസ്ത്രീയാണ്, മരുഭൂമിയാണ്, ഒറ്റക്കാണ്. അപ്പോൾ മുന്നിൽ സ്ത്രീ നടക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീയെ നോക്കാനും കാണാനും സാധ്യതയുണ്ട്. വലിയ കാറ്റടിക്കുന്ന സ്ഥലമാണ്, വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ മൂസാ നബി പിന്നിൽ നടക്കാൻ പറഞ്ഞു. എന്നിട്ട് സ്ത്രീയോട് പറഞ്ഞു, ഞാൻ വഴി തെറ്റുമ്പോൾ നീ ഓർമ്മപ്പെടുത്തിയാൽ മതി. അങ്ങനെ മൂസാ നബി മുന്നിലും ഈ സ്ത്രീ പിന്നിലുമായി കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം താഴെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പറയാനുള്ളൊരു കാരണമുണ്ട്. എന്താണത്? ആ സ്ത്രീ പിന്നീട് ഈ പാപ്പാനോട് പറയുന്നുണ്ട്, ഇദ്ദേഹം വിശ്വസ്തനാണ്, അമീനാണ്, കവിയാണ്. രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് കവിയാണ്, ശക്തനാണ് ഇയാൾ, പിന്നെ അമീനാണ്, വിശ്വസ്തനാണ്. അപ്പോൾ ആ സ്ത്രീക്ക് പെട്ടെന്ന് ഈ മൂസ എന്ന് പറയുന്ന വ്യക്തി, മൂസ പേരൊന്നും അറിയില്ല, ഈ മനുഷ്യൻ വിശ്വസ്തനാണെന്ന് ആ സ്ത്രീക്ക് ബോധ്യപ്പെട്ടു. അതെന്തുകൊണ്ടായിരിക്കും? ഇതന്നെയാണ്. ഒന്ന്, വെള്ളം കൊടുത്തു, അതൊരു പ്രതിഫലമൊന്നും പൈസ ചോദിച്ചിട്ടില്ലല്ലോ, അതൊന്ന്. രണ്ട്, മൂസാ നബി ആ മനുഷ്യൻ്റെ ആ സ്ത്രീയുടെ കൂടെ ആ വീട്ടിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായും മുന്നിൽ നടക്കാനാണ് പറയാം. പക്ഷേ ഒരു പെണ്ണായതുകൊണ്ട് നീ എൻ്റെ പിന്നിൽ നടന്നോ, ഞാൻ മുന്നിൽ നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണിനോടുള്ള ആ മര്യാദ കാണിച്ചുകൊണ്ട് പോകുന്നവനാണ് എന്നുകൂടി സ്ത്രീക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശക്തിയും ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നിലും മൂസാ നബി മുന്നിലുമായി നടക്കുന്നത്. അതൊന്നും ഇവിടെയുള്ളതല്ല, ചരിത്രത്തിലുള്ളതാണ്. അവർ പറഞ്ഞത് എന്താ? ഇന്ന അബി
യദ്ഊക നിന്റെ പിതാവ്, എൻ്റെ പിതാവ് താങ്കളെ വിളിക്കുന്നു. ദആ യദ്ഊ എന്ന് പറഞ്ഞാൽ വിളിച്ചു. ലിയജ്സിയക താങ്കൾക്ക് അജ്റമാ സഖൈതലന ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കൊടുത്തന്നതിൻ്റെ കൂലി പ്രതിഫലമായി നൽകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഫലമ്മാ ജാഅഹു അങ്ങനെ അദ്ദേഹം മൂസ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, അദ്ദേഹം ചെന്നു, അയാളുടെ അടുക്കൽ ചെന്നപ്പോൾ, വഖസ്സ അലൈഹിൽ ഖസസ അദ്ദേഹത്തിന് ഈ കഥകളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ, അപ്പം നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചു കാണുമല്ലോ. നിങ്ങളെങ്ങനെ അവിടെ എത്തി, നിങ്ങൾ എന്തേ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തല്ലോ, നിങ്ങൾക്ക് എന്താണ് ജോലി, എന്താണ് ഒക്കെ ചോദിച്ചപ്പോൾ വഖസ്സ അലൈഹി അദ്ദേഹം ഈ മൂസാ നബി ഖസ്സ കഥ പറഞ്ഞു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. അലൈഹി ആ ഷെയ്ഖുൻ കബീറിന് അൽ ഖസസ ഉണ്ടായ സംഭവങ്ങൾ, ഫിറൗൻ്റെ അടുക്കൽ ജനിച്ചതും വളർന്നതും അവിടെ ഉണ്ടായ സംഭവങ്ങളും അവിടുന്ന് കൊല്ലാൻ വേണ്ടി പ്ലാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഓടിപ്പോകുന്നതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു, ലാ തഖഫ് പേടിക്കണ്ട, ഭയപ്പെടണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ജനങ്ങളിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടുത്തു. അല്ലാഹുമ്മ നജ്ജിനി എന്ന് പറയാലോ, നജൗത താങ്കൾ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ശുഐബ് നബി അലൈഹി സ്വലാം ആയിരിക്കാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. അവർ അക്രമികളായ ജനതയാണ് ഫിറഔൻ. അപ്പം മദിയനിലെ പ്രവാചകൻ അറിഞ്ഞേക്കാം ഈജിപ്തിൽ ഒരക്രമിയായ രാജാവുണ്ട്. ഇവിടെ ഏതായിരുന്നാലും ആ രാജാവിൻ്റെ ആ ഭരണപ്രദേശമല്ല എന്നുകൂടി ഇവിടുന്ന് ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓൻ്റെ അക്രമൊന്നും കൊണ്ട് എത്തൂല. താങ്കൾ ആ അക്രമികളായ ജനതയിൽ നിന്ന് രക്ഷപ്പെട്ടു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭയം നൽകി. അതല്ല തഖഫ് പേടിക്കണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ കാലത്തെ ഹിതാവുമ. അപ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയാൾ ഞങ്ങളുടെ നബിയുടെ മക്കളാണ് എന്നൊന്നും ആ ആണുങ്ങളായ ആടുമേക്കുന്ന ആളുകൾക്ക് തോന്നിയിട്ടില്ലല്ലോ. അപ്പം ആ പ്രവാചകൻ്റെ ദഅവത്ത് കിട്ടിയ ഇടയന്മാരാണെങ്കിൽ നമ്മളെ നബിയുടെ മക്കളാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേഗം ഓൽക്ക് വെള്ളം കൊടുത്ത് ആടിനെ വെള്ളം കുടിപ്പിച്ച് പറഞ്ഞേക്കൂലേ? അപ്പോൾ ഒരുപക്ഷെ അവിശ്വാസികളായ ഇടയന്മാരായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ദഅവത്ത് എത്താൻ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് നടക്കാത്ത ഒരു കാലഘട്ടത്തിലായിരിക്കാം. ഈ പെൺകുട്ടികളെ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ അല്ലാഹു തആല അതൊന്നും നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. ഏതായിരുന്നാലും നിങ്ങൾ രക്ഷപ്പെടുത്തു, പേടിക്കണ്ട, അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ അഭയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ അഭയം നൽകി മൂസാ നബിക്ക്. കാലത്ത് യഹിദാഹുമ ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, യാ അബത്തി എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. അബി എന്ന് പറഞ്ഞാലും അബത്തി എന്ന് പറഞ്ഞാലും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. യാ അബത്തി മൂസാ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ, യാ അബത്തി ഫഅൽ മാ തുഅ്മർ. അതാണ് യാ അബത്തി എൻ്റെ പിതാവേ, ഇസ്തഅ്ജിർഹു അദ്ദേഹത്തെ നിങ്ങൾ കൂലിക്ക് വിളിക്കുക. ഇസ്തഅ്ജറ എന്ന് പറഞ്ഞാൽ കൂലിക്ക് വിളിച്ചു എന്നാണ്. അതാ അദ്ദേഹത്തിനെ നിങ്ങൾ കൂലിക്ക് വിളിക്കുക. എന്തിന്? ഇന്ന ഖൈർ, അതായത് നമ്മളെ ആടിനെ നോക്കാൻ ഞങ്ങളല്ലേ, പെൺകുട്ടികളല്ലേ ഉള്ളൂ. ഇയാൾ നല്ലൊരു, അയാൾക്ക് ആരുമില്ല, എവിടുന്നോ വരികയാണല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് ഓടി വരികയാണ്, കൊല്ലാൻ നടന്ന് ഫിറൗൻ്റെ ഇതിൽ നിന്ന് എത്രയോ അകലെ നിന്ന് വരികയാണ്, വേറൊരു ഭൂഖണ്ഡത്തു നിന്നാണല്ലോ വരുന്നത്. അത്രയും ദൂരെ വന്ന് ഒരു സാധുവായി മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും, ഇയാൾ ഏതായാലും നമ്മളെ പെരയിൽ നിന്നിട്ട് ബാപ്പാക്ക് ആട് മേക്കാൻ ഒരാളെ കൂലിക്ക് വാങ്ങാം. അതാണ് ഇസ്തഅ്ജിർഹു എന്ന. യാ അബത്തി ഇസ്തഅ്ജിർഹു ഇജ്അൽഹു അസീറൻ ഇൻദക, നിങ്ങളുടെ അടുക്കൽ ഒരു കൂലി തൊഴിലാളിയാക്കി മാറ്റ്. ഇസ്തഅ്ജിർഹു അദ്ദേഹത്തെ നിങ്ങൾ കൂലിക്ക് വിളിക്ക്. ഇന്ന യാ അബത്തി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, തീർച്ചയായും താങ്കൾ കൂലിക്ക് വിളിക്കുന്ന ഈ നല്ല മനുഷ്യൻ അൽ ഖവിയ്യാണ്, ശക്തനാണ്, അൽ അമീൻ വിശ്വസ്തനാണ്.
അപ്പോൾ വാപ്പാക്ക് അറിയാത്ത ഒരു കാര്യം ഈ കുട്ടിക്കറിഞ്ഞു, മറ്റേ കുട്ടിക്കും അറിയില്ല. ഈ കുട്ടിക്കറിഞ്ഞു. ഈ കുട്ടിയാണ് മൂസാ നബിനെ വിളിക്കാൻ വന്നത്. അപ്പോൾ കവിയാണ് എന്നത് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടതാണ്. ആണുങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ആടിനൊക്കെ വേഗം വെള്ളം കൊടുക്കാൻ മാത്രം തിക്കാനും തിരക്കാനും ഒക്കെ ശക്തിയുണ്ടായി. ചരിത്രത്തിൽ പറഞ്ഞാൽ ആ കല്ലെടുത്ത് നീക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആളാണല്ലോ. അമീനാണ്. കാരണം എൻ്റെ കൂടെ വന്നപ്പോൾ ശരിക്കും എന്നെ പിന്നിൽ നടത്തിക്കൊണ്ടാണ് വന്നത്. അതായത് വിശ്വസ്തനാണ്, നിങ്ങൾ കൂലിക്ക് വിളിച്ചോളി എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇന്ന ഖൈറ മനിസ്ത ഇജർത്തൽ കവിയുൽ അമീൻ എന്ന് പറഞ്ഞപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം എന്ന ആ ഷെയ്ഖുൻ കബീർ റജുലുൻ സാലിഹ്, അദ്ദേഹം മറ്റൊരു നിലക്കാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. അതാണ് കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉൻകിഹക, ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നു. അൻകഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുത്തു. ഉൻകിഹക, നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നു. ഇബ്നതയ്യ, എൻ്റെ 2 മക്കളിൽ, യഹിദ ഒരുവളെ, ഹാത്തൈനി ഈ കാണുന്ന 2 മക്കളിൽ ഒരുവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിനൊരു ആൺതുണ കിട്ടണം കുടുംബത്തിന്. അപ്പം 2 ആളിൽ ഒരാളെ ഞാൻ നിനക്ക്, കാരണം കവിയാണ് അമീനാണ്. ഇതിലൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ കണ്ടെത്തുന്നുണ്ട്. എന്താണെന്നറിയാം, ഒന്ന് നമ്മളൊരു പണിക്ക് വിളിക്കുമ്പോൾ, ഒരു ഉദ്യോഗത്തിൽ നിയമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂലിക്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പണിക്കാരനായിട്ട് വിളിക്കുമ്പോൾ, തൊഴിലിന് വെക്കുമ്പോൾ കവിയും അമീനും അത് ചെയ്യാൻ കഴിയണം. ഒരാളെ നമ്മളൊരു ആവശ്യത്തിന് ഒരു തൊഴിലിന് വെക്കുകയാണെങ്കിൽ അവനതിന് കഴിയണം. കാശ് വാങ്ങിയാണ്ട് അധ്യാപകനാക്കാൻ പറ്റില്ല. കാശുണ്ട് വിചാരിച്ച് അവന് പഠിപ്പിക്കാൻ കഴിയണം. അതുപോലെ ഉദ്യോഗസ്ഥനാക്കാൻ പറ്റില്ല തൊഴിലാളി. അതൊന്ന്. 2 വിശ്വസ്തനായിരിക്കണം. അത് അന്വേഷിച്ച് പിടിച്ചിട്ടേ വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്, നമ്മളൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ആ കുട്ടിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. കുവ്വത്ത് വേണം, അമാനത്തും വേണം, വിശ്വസ്തതയും വേണം. എൻ്റെ ബാക്കിയുള്ളത് എവിടെ വീടോടെ കുടുംബോടെ അതൊന്നും നോക്കിയിട്ടില്ലല്ലോ. പിന്നെ ആ കാലഘട്ടത്തിലെ ഒരവസ്ഥയായിരിക്കാം. ഇന്നി ഉരീദു അൻ ഉൻകിഹക യഹിദ ബിനതയ്യ ഹാത്തൈൻ, എൻ്റെ മക്കളിൽ ഈ 2 മക്കളിൽ, ഹാത്തൈൻ എന്ന് പറഞ്ഞാൽ ഹാദാ ഇത്, ഹാദിഹി ഇത്, ഈ ഹാത്തൈനി ഈ 2 മക്കളിൽ ഒന്നിനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. എന്ത് വേണം? അലാ അൻ തഅ്ജുറനി, എനിക്ക് നീ കൂലി നൽകണം. സമാനിയ കൂലി ജോലി ചെയ്യണം, കൂലിക്ക് ജോലി ചെയ്യണം. സമാനിയ ഹിജജിൻ, 8 കൊല്ലം. എന്താ? മഹറാണ്. വിവാഹം ചെയ്തു തരണമെങ്കിൽ എന്ത് വേണം? മഹർ തരണം. ആ മഹർ എന്താണ്? 8 കൊല്ലം എനിക്ക് നീ കൂലിപ്പണി എടുക്കാന്ന്. ഇയാളുടെ അടുത്തൊന്നും ഇല്ലല്ലോ, കാലിയല്ല. അതാ ഹിജ്ജത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം. ഹിജ്ജത്ത് എന്ന് പറഞ്ഞാൽ വർഷം, സനത്ത് എന്നുള്ള അർത്ഥം. ആമ് സനത്തിനാണ് ഹിജ്ജത്ത് എന്നറിയാം. അപ്പം സമാനിയ ഹിജജിൻ, 8 വർഷം എനിക്ക് നീ തെജുറനി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അസീറാവണം, എൻ്റെ കൂലിപ്പണിക്കാരനായിട്ട് 8 വർഷം ഇവിടെ കഴിഞ്ഞുകൂടണം. ഫഇൻ അത്മംത അശ്റൻ, നീ അത് 10 കൊല്ലം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ ഫമിൻ ഇന്ദിക്ക, അത് നിൻ്റെ അടുക്കൽ നിന്നുള്ള സൗജന്യമാണ്. അപ്പോൾ മുപ്പര് ഒരു ഇതും കൂടി വെച്ചൊരു ചോയ്സും കൂടി. 8 വർഷമാണ് മഹർ. ആ 8 വർഷം എനിക്ക് ഇവിടെ കൂടാ, ആടിനെ മേക്കി കൂടാ, ഞങ്ങൾ ആട് മേയ്ക്കാൻ, അതിന് മകളെ വിവാഹം ചെയ്തു തരുകയും ചെയ്യാം. ഞാൻ 8 10 ആക്കിയാൽ ഫമിൻ ഇന്ദിക്ക, അത് നിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സൗജന്യമാണ്. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഒമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ അശുക്ക അലൈക്ക, നിൻ്റെ മേൽ മശക്കത്തുണ്ടാക്കാൻ, ബുദ്ധിമുട്ടുണ്ടാക്കാൻ. 8 കണക്ക്. ഈ 10 ആക്കിയാൽ ഞാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നും 8 കൊല്ലം 10 കൊല്ലം അവിടെ പണിയെടുക്കണം, അതിനാണ് വിവാഹം ചെയ്തതൊക്കെ. എന്താ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അതായിരിക്കാം. ഒരു രാജ്യത്തിൽ നിന്ന് ഒളിച്ചോടി വന്നതാണല്ലോ. ആരും നാഥനുമില്ല, താമസിക്കാൻ ഇടമില്ല, ഭക്ഷണം കഴിക്കാൻ ഇതില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞുകൂടണം എന്നായിരിക്കാം. അവിടെ ഒരു കുടുംബമായി കഴിഞ്ഞുകൂടാനുള്ള ഒരു അവധി വെച്ചതായിരിക്കാം. നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. എന്താണ് അങ്ങനെ 8ൻ്റെ കണക്കെന്താ? ഇനി 10 പൂർത്തിയാക്കിയാൽ നല്ലതാണ്. എന്നിട്ട് അദ്ദേഹം ഇത്രയും കൂടി പറയുന്നുണ്ട്, ഒമാ ഉരീദു അൻ അശുക്ക അലൈക്ക, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇതൊരു റജുലുൻ സാലിഹാണ് എന്നതും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ പിതാവാണ് എന്നതും അദ്ദേഹത്തിന് നമ്മൾ അറിയണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ ആ ഒരു 8 വർഷക്കാലം തൊഴിലെടുക്കുക എന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ മഹറല്ല എന്നുറപ്പാണ്. അതല്ലാതെ എങ്ങനെ പറയില്ലോ, ഉമാ ഉരീദു അൻ അശുക്ക അലൈക, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിനക്ക് കാണാം, മിനസ്സാലിഹീൻ, അവരുടെ കൂട്ടത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല നിലയ്ക്ക് ഇൻഷാ അള്ളാഹ് എന്നോട് പെരുമാറുകയുള്ളൂ, നിനക്ക് എൻ്റെ അടുക്കൽ നിന്ന് നന്മ മാത്രമേ കിട്ടുകയുള്ളൂ, അത് നിനക്ക് കാണാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നു, ഞാൻ സാലിഹാണെന്ന് പറയുന്നു, ഞാൻ നല്ലയാളാണെന്ന് പറയുന്നു. അപ്പം ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യാനല്ല ആ റജുലുൻ സാലിഹ് വിചാരിച്ചത്. 8 കൊല്ലം നമുക്ക് തോന്നുമ്പോൾ 8 കൊല്ലം പണിയെടുക്കണം എന്നുള്ളത് ചൂഷണമല്ല. തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നീ സാലിഹായിട്ട് കാണാം എന്ന് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്. കാല, അപ്പം മൂസാ നബി പറഞ്ഞു, ദാലിക ബൈനി വ ബൈനക, അതാണ് അത്, ദാലിക അപ്പറഞ്ഞത്, ബൈനി വ ബൈനക, എൻ്റെയും നിങ്ങളുടെയും ഇടയിലുള്ള അദ്ദേഹമല്ല, മൂസാ നബി അല്ല പറയുന്നത്, മൂസാ നബി തന്നെ, ബൈനി വ ബൈനക, ശരി, അത് നിൻ്റെയും താങ്കളുടെയും എൻ്റെയും ഇടയിലുള്ള ഒരു കരാറാണ്. ഉപരെ സമ്മതിച്ചും ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്, 8 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കണ്ടേ, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് കാല ബൈനി, കാരണം മൂസാ നബിക്ക് അതായിരുന്നു ആവശ്യം. ഒരു കുടുംബം വേണം, ഒരിടത്തൊരു ഷെൽട്ടർ വേണം, ജീവിക്കാനുള്ളൊരു അവസ്ഥ വേണം, ഫിറൗൻ്റെ അടുത്തേക്ക് പോകരുത്. ദാലിക ബൈനിയോ ബൈനക്ക, അത് ആ പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും ഇടയിലുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ കരാറാണ്. അയ്യമൽ അജലൈനി, 2 അവധിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ കളയിത്തു, ഞാൻ പൂർത്തിയാക്കും. അജല് എന്ന് പറഞ്ഞ അവധി, രണ്ടാലൊരു അവധിയെ കളയിത്തു, ഞാൻ പൂർത്തിയാക്കും. വലാഉദ്വാൻ അലയ്യ, എൻ്റെ മേൽ ഒരു ശത്രുതയും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമവുമില്ല, ഞാനത് പൂർത്തിയാക്കും. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നാം പറയുന്നതിന് അള്ളയാണ് വക്കീല്. അള്ളാനെ സാക്ഷിയാക്കി, അള്ളാനെ വക്കീലാക്കിക്കൊണ്ട് ഞാൻ 2-1 പൂർത്തിയാക്കും, പ്രയാസങ്ങളൊന്നുമില്ല, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് 2 കൂട്ടരും സംസാരിക്കുന്നത്. ഇദ്ദേഹം ശുഐബ് നബി അലൈഹി സ്വലാമാണ് എന്ന് കൂടി പറയുന്നു. ഇത് മാത്രമല്ല, അക്രമികളായ സമൂഹത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പേടിക്കണ്ട എന്നുകൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഭയം നൽകിയതാണ്, അത് അക്രമിയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനാകാൻ പോകുന്ന വിശ്വസ്തനായ യുവാവും കൂടി ഉണ്ടാക്കിയ 8 കൊല്ലത്തെ കരാറ്, വേണമെങ്കിൽ 10 കൊല്ലം വരെ നീട്ടാം എന്ന് പറഞ്ഞ കരാറ് 2 ആൾക്കും സമ്മതമായി എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കരാറോ അല്ലെങ്കിൽ അതൊരു ചൂഷണമോ അല്ല. ഗതികെട്ട മൂസയെ 8 കൊല്ലം പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്തതല്ല. അങ്ങനെയൊക്കെ ഖുർആനിലെ ഈ സംഭവങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ചൂഷണമല്ല ഈ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് കൃത്യമായും ബോധ്യമാകും. അള്ളാഹുവിനെ വക്കാലത്താക്കിയിട്ട് അവിടെ ജീവിക്കുന്നു. പിന്നീട് ഉള്ളത് മൂസാ നബി അലൈഹി സ്വലാം അത്രയും കാലം അവിടെ താമസിച്ചു എന്നാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.